വർദ്ധിക്കുന്നേ രാജൻ വരവതോർക്കുമ്പോ കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല നാളുകൾ നീളുകില്ല പ്രത്യാശയേറിടുന്നേ സന്തോഷം വർദ്ധിക്കുന്നേ രാജൻ വരവതോർക്കുമ്പോ കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല നാളുകൾ നീളുകില്ല ഹല്ലേലൂയ കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല നാളുകൾ നീളുകില്ല ക്ഷാമങ്ങൾ ഭൂകമ്പങ്ങൾ യുദ്ധങ്ങൾ എതിർപ്പുകൾ ലോകത്തിലെങ്ങും കാണുന്നേ കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല നാളുകൾ നീളുകില്ല ക്ഷാമങ്ങൾ ഭൂകമ്പങ്ങൾ യുദ്ധങ്ങൾ എതിർപ്പുകൾ ലോകത്തിലെങ്ങും കാണുന്നേ കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല നാളുകൾ നീളുകില്ല ഹല്ലേലൂയ കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല നാളുകൾ നീളുകില്ല ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. വേദപുസ്തകത്തിൽ ആദ്യത്തെ പുസ്തകമായ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ നിത്യനായ ദൈവത്തിൻ്റെ ആദ്യത്തെ ചോദ്യമാണ്. അതിനു മുമ്പൊരു ചോദ്യമുണ്ട്. 3-ാം അധ്യായം തുടങ്ങുമ്പോൾ അവിടെ പാമ്പൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്നാൽ നിത്യനായ ദൈവം തൻ്റെ മോഹന സൃഷ്ടിയായ മനുഷ്യനെ തേടി വന്നു. അവനെ തിരഞ്ഞ് ആ തോട്ടത്തിലൂടെ നടക്കുകയാണ്. അവനെ കാണാതെ വന്നപ്പോൾ നീ എവിടെ എന്ന് ചോദിച്ചു. ദൈവമക്കളെ, ഈ ഉൽപ്പത്തി പുസ്തകത്തിന് വളരെയേറെ പ്രാധാന്യങ്ങളുണ്ട്, വിശേഷങ്ങളുണ്ട്. ഈ ഉൽപ്പത്തി പുസ്തകം പഠിക്കുകയാണെങ്കിൽ 3 ഭാഗമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ആദ്യത്തെ ഭാഗം ഉൽപ്പത്തി പുസ്തകം 1-ഉം 2-ഉം അധ്യായങ്ങൾ അത് ജനനത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്, ജനറേഷൻ. 3-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെ മനുഷ്യൻ്റെ അധപ്പതനത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ടും പറയുന്നത്, ഡീജനറേഷൻ. എന്നാൽ 12-ാം അധ്യായം മുതൽ 50-ാം അധ്യായം വരെ പ്രധാനമായിട്ട് നാം ചിന്തിക്കുന്നത്, പ്രതിപാദിക്കുന്നത് റീജനറേഷനാണ്, പുനർജനനം. അങ്ങനെ ആ ഉൽപ്പത്തി പുസ്തകം നമുക്ക് പഠിക്കുവാൻ പറ്റും. വളരെയേറെ വിശേഷതകളും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ഏതാണ്ട് 4 അതിപ്രധാനമായ സംഭവങ്ങൾ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റുള്ള പുസ്തകങ്ങളെ അപേക്ഷിച്ചെല്ലാം 4 അതിപ്രധാനമായ സംഭവങ്ങൾ. ഒന്നാമത്തേത് അതിൻ്റെ 3-ാം അധ്യായം മനുഷ്യൻ്റെ വീഴ്ചയെക്കുറിച്ചാണ് നാം വായിക്കുന്നത്, ദ ഫാൾ, മനുഷ്യൻ്റെ വീഴ്ച. രണ്ടാമത്തെ കാര്യം 7-ാം അധ്യായം ജലപ്രളയത്തെക്കുറിച്ച്, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം, ദ ഫ്ലഡ്. 3-ാമത്തെ സംഭവം എന്ന് പറയുന്നത് ദ ഫയർ. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ ആകാശത്തുനിന്ന് തീയും ഗന്ധവും വർഷിച്ചു എന്നും സോദോം ഗൊമോറ നശിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. 4-ാമത്തെ
സംഭവം എന്ന് പറയുന്നത് ഫാമിൻ എന്ന് പറഞ്ഞാൽ ക്ഷാമം. എല്ലാം ഇംഗ്ലീഷിൽ എഫ് എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന വാക്കുകളാണ്. എന്തുകൊണ്ടും ഈ ഉൽപ്പത്തി പുസ്തകം വളരെയേറെ സവിശേഷതയുള്ള ഒരു പുസ്തകമാണ്. അതിൽ 3-ാം അധ്യായത്തിൻ്റെ ഒരു ഭാഗമാണ്, ഒരു വാക്യമാണ് നാം വായിച്ചത്. മനുഷ്യൻ്റെ വീഴ്ചയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അവൻ ശാപഗ്രസ്തനായി തീരുന്നു. കാരണം എന്താണെന്ന് ചില കാര്യങ്ങൾ നാം ആ അധ്യായത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ പരാജയമെന്ന് പറയുന്നത് മനുഷ്യൻ പിശാചിന് ഇടം കൊടുത്തു എന്നുള്ളതാണ്. പിശാചിൻ്റെ വാക്കുകൾക്ക് ഇടം കൊടുത്തു. പിശാച് വളരെ ഉപായത്തോടെ മനുഷ്യനെ വന്ന് ചതിക്കുന്നതായിട്ട് നാം അതിൻ്റെ 1-ാം വാക്യത്തിൽ തന്നെ നാം വായിക്കുന്നുണ്ട്. നല്ല വാക്കുകളെല്ലാം ഉച്ചരിച്ചുകൊണ്ട് കൗശലക്കാരനായ പാമ്പ് മനുഷ്യനെ സമീപിക്കുകയാണ്, ഹവ്വായെ സമീപിക്കുകയാണ്. ഇതാ ഒരു സംശയത്തിൻ്റെ ചിന്ത അവളുടെ ഉള്ളിലേക്ക് പാകിക്കൊടുക്കുകയാണ്. പിശാച് അവൻ്റെ വിത്ത് അവളുടെ ഉള്ളിൽ വിതയ്ക്കുകയാണ്. ദൈവമക്കളെ, നാം അങ്ങനെയാണ് അവിടെ വായിക്കുന്നത്. അതിൻ്റെ 1-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. യഹോവയായ ദൈവമുണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയുമരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെപ്പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നുവെന്ന് പറഞ്ഞു. ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവം അറിയുന്നു. ദൈവത്തെ പോലെ ആകരുത് എന്നാണ് നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പിശാച് പറയുകയാണ്. എന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പാമ്പ് അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. ദൈവമക്കളെ, പിശാച് അവിടെ പ്രവർത്തിച്ചു. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, ഉപായത്താൽ പിശാച് ഹവ്വയെ ചതിച്ചു എന്ന് നാം വായിക്കുന്നു. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചു എന്ന് നാം അവിടെ വായിക്കുന്നു. ഈ പിശാച് ദൈവത്തിൻ്റെ വചനത്തെ വളച്ചൊടിക്കുകയാണ്. അവൻ ഭോഷ്ക് പറയുന്നവനും അവൻ്റെ അപ്പനുമാകുന്നു എന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാം വാക്യം. അവിടെ യേശു പറയുന്നുണ്ട്, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടമാണ് നിങ്ങൾ ചെയ്യുന്നത്. അവൻ ഭോഷ്ക് പറയുന്നവനും അവൻ്റെ അപ്പനുമാകുന്നു എന്ന്. പിശാച് അവിടെ പ്രവർത്തിച്ചു, ഉപായത്താൽ ചതിച്ചു, ചതിയിൽപ്പെട്ടു. ദൈവമക്കളെ, എന്താണ് അവർക്ക് സംഭവിച്ചത്? അവള് ദൈവത്തിൻ്റെ കൽപ്പന അവിടെ ലംഘിക്കുന്നതായിട്ട് നാം കാണുന്നു. ദൈവം കൊടുത്ത കൽപ്പന എന്താണ്? അതിൻ്റെ 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, നന്മ തിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, നീ മരിക്കുമെന്ന് 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് 17-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. നീ മരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം. നന്മ തിന്മകളുടെ ഫലം നീ തിന്നരുത്, നീ മരിക്കും. എന്നാൽ നീ മരിക്കയില്ല, നീ ജീവിക്കുമെന്ന് പിശാചിൻ്റെ വചനം. ദൈവമക്കളെ, അവിടെ പിശാചിൻ്റെ വചനത്തിന് ഇതാ അവൾ വശംവദരായി. അത് അനുസരിച്ച് അവൾ അവിടെ ആ ഫലം പറിച്ച് തിന്നുന്നതാണ് നാം കാണുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ 6-ാം വാക്യം വായിക്കുന്നത്. തിന്മാൻ നല്ലത്, കാൺമാൻ ഭംഗിയുള്ളത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ടു, പറിച്ചു, തിന്നു, ഭർത്താവിന് കൊടുത്തു, അവനും തിന്നു. 6-ാം വാക്യം അങ്ങനെയാണ് നാം വായിക്കുന്നത്. ഇതാ ജഡമോഹം, ഇതാ തിന്മകളുടെ 3 തലങ്ങളാണ് നാം അവിടെ വായിക്കുന്നത്. 3 ഭാഗങ്ങൾ, തിന്മകളുടെ 3 തലങ്ങൾ. അല്ലെങ്കിൽ തിന്മയ്ക്കുമുണ്ട് തൃത്വമെന്ന്
ഞാൻ ചിന്തിച്ചു പോയി ആ ഭാഗം വായിച്ചപ്പോൾ. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രയാകുന്നു. തിന്മയുടെ 3 വശങ്ങൾ അവിടെ തെളിഞ്ഞു വരികയാണ്. ഇതാ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. പിശാച് ഒരു വിശ്വാസിയെ വഴിതെറ്റിക്കുന്ന 3 രീതികളാണ്, 3 കാര്യങ്ങളാണ് നാം അവിടെ വായിക്കുന്നത്. ഇതാ ജഡമോഹം, ജഡത്തിൻ്റെ മോഹങ്ങൾ നമ്മുടെ ഉള്ളിൽ അങ്കുരിച്ചു വരുന്നു. അത് കൺമോഹമായിട്ട് മാറുന്നു, അത് ജീവനത്തിൻ്റെ പ്രതാപമായിട്ട് വരുന്നു. ഇതെല്ലാം ജീവിതത്തിൽ വന്നു. ഇവിടെ നാം വായിക്കുന്നു, ഇതേ പിശാച് തന്നെയാണ് യേശുക്രിസ്തുവിനെ മരുഭൂമിയിലും പരീക്ഷിക്കുന്നത്. ഇതാ കല്ലപ്പമായി തീരുവാൻ പിശാച് പ്രേരണ കൊടുക്കുകയാണ്. ജഡമോഹം വരികയാണ്. ഇതാ കൺമോഹം യേശുവിനെ മേലോട്ട് കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണത്തിൽ കാണിച്ചു എന്നാണ് നാം വായിക്കുന്നത്. ഇതാ കൺമോഹത്തിലേക്ക് പ്രേരിപ്പിക്കുകയാണ്. ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ നിർത്തിക്കൊണ്ട് ഇതാ അവിടുന്ന് ചാടുവാനായിട്ട് പിശാച് പ്രേരണ കൊടുക്കുകയാണ്, പിശാച് പരീക്ഷിക്കുകയാണ്. ഇതാ ജീവനത്തിൻ്റെ പ്രതാപം. ഇതിലൊന്നും പിശാച് ജയിച്ചില്ല. യേശുവിനെ വീഴിക്കുവാനായിട്ട് പിശാച് തന്ത്രപൂർവ്വം വന്നെങ്കിലും ഇവിടെ ഒന്നും വീഴാതെ യേശുവിൻ്റെ അടുക്കൽ നിന്ന് അവൻ കുറേ കാലത്തേക്ക് പിന്മാറി എന്നാണ് നാം അവിടെ വായിക്കുന്നത്. ദൈവമക്കളെ, പിശാച് എന്നും നമ്മെ വഴിതെറ്റിക്കുവാനായിട്ട് ഏതെങ്കിലും ഒരു വഴിയിലൂടെ, ഒരു വ്യക്തിയുടെ രൂപത്തിലോ ഒരു മറ്റുള്ള രീതിയിലൊന്നും വരണമെന്നില്ല. നമ്മുടെ ഉള്ളിൽ കൂടി, നമ്മുടെ ഹൃദയത്തിൽ കൂടി, നമ്മുടെ ചിന്തകളിൽ കൂടി, നമ്മുടെ മനസ്സിൽ കൂടി, ഓരോ ചിന്തകൾ, ഓരോ ആഗ്രഹങ്ങളിൽ കൂടി നമ്മെ എപ്പോഴും വഴിതെറ്റിക്കുവാനായിട്ട്, നമ്മെ ഏതെങ്കിലും വിധത്തിലൂടെ വീഴിക്കുവാനായിട്ട് പിശാച് ഇതാ തക്കം പാത്ത് നിൽക്കുന്നു. പാപം വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാവുന്നു, നീ അതിനെ കീഴടക്കണമെന്ന് കയീനോട് ദൈവം പറഞ്ഞു. ദൈവമക്കളെ, എപ്പോഴും നമ്മെ വീഴിക്കുന്ന ഒരു പിശാചുണ്ട് എന്ന് നാം തിരിച്ചറിഞ്ഞാൽ നാം എത്ര സൂക്ഷ്മതയോടെ മുമ്പോട്ട് പോകണം. ഈ ജീവിതത്തിൽ, ഈ ലൗകിക ജീവിതത്തിൽ, ഈ ഭൗതികമായ ജീവിതത്തിൽ നാം എല്ലാവരും തിരക്കുള്ളവരാണ്, നാം പല പല കാര്യങ്ങളിൽ ഇടപെടുന്നവരാണ്. എന്നാൽ നാം സൂക്ഷ്മതയോടെ ജീവിക്കുന്നുണ്ടോ? പിശാചിന് ഞാൻ ഇടം കൊടുക്കുകയില്ല. വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 27-ാം വാക്യം, പിശാചിന് ഇടം കൊടുക്കരുത്. നമ്മുടെ ജീവിതത്തിൽ പിശാചിന് ഇടം കൊടുക്കാൻ പാടില്ല. പിശാചിന് ഇടം കൊടുത്തു കഴിഞ്ഞാൽ അവൻ നമ്മെ തകർത്ത് തരിപ്പണമാക്കി കളയും. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്ന്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് നിൽക്കണമെന്ന് അവിടെ നാം വായിക്കുന്നു. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നമ്മള് ആ സർവായുധവർഗം ധരിച്ചുകൊണ്ടാണോ നിൽക്കുന്നത്? നമ്മളെപ്പോഴും വിജിലൻ്റായിട്ട്, ജാഗ്രതയോടെ, എന്ത് സംഭവിച്ചാലും, എന്തെല്ലാം നഷ്ടങ്ങൾ വന്നാലും, എൻ്റെ കർത്താവെ, ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും, ഏതെല്ലാം പ്രശ്നങ്ങൾ വന്നാലും പിശാചിന് ഞാൻ ഇടം കൊടുക്കുകയില്ല, ഒരു പാപത്തിന് ഞാൻ ഇടം കൊടുക്കുകയില്ല. ഞാൻ അതുപോലെ കർത്താവെ നിഷ്ഠയോടെ, കർത്താവെ സമർപ്പണത്തോടെ മുമ്പോട്ട് പോകുമെന്ന് നാം എത്ര പേര് സമർപ്പിക്കുന്നുണ്ട്, എത്ര പേര് തീരുമാനം എടുക്കുന്നുണ്ട്? ദൈവമക്കളെ, കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ നമുക്ക് സമർപ്പണമുണ്ട്, തീരുമാനമുണ്ട്. നമ്മൾ പരിശോധനകളുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ, പ്രശ്നങ്ങളുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ നാം അവിടെ ജയിച്ചു നിൽക്കുന്നവരാണോ? പിശാചിനോട് പോരാടിക്കൊണ്ട് പിശാചിനെ കിട്ടുകയില്ല എന്നുള്ള ആ വ്യക്തമായ സമർപ്പണത്തോടെ ദൈവമക്കളെ നാം നിൽക്കുന്നുണ്ടോ എന്ന് നാം ശാന്തമായി ചിന്തിക്കണം. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോടെ എതിർത്ത് നിന്നിട്ടില്ല എന്ന് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു. ദൈവമക്കളെ, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പിശാചിനോട് എതിർത്ത് നിൽക്കുന്നുണ്ടോ? പാപത്തോട് നാം പോരാടുന്നുണ്ടോ? ദൈവമക്കളെ, നാം നമ്മെ തന്നെ പരിശോധിക്കുക. ഇവിടെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചു, വീഴ്ച വന്നു. ഇതാ ഒന്നാമത് പിശാചിന് കൊടുത്തു, ദൈവീക കൽപ്പന ലംഘിച്ചു, അവര് വീണുപോയി. ഇവിടെ നാം അടുത്തതായിട്ട് വായിക്കുന്നത്, അവ വൃക്ഷഫലം തിന്നതോടുകൂടി അവരുടെ കണ്ണ് തുറന്നു എന്ന് നാം കാണുന്നു. രണ്ടാമത് അവർ നഗ്നരെന്ന് തിരിച്ചറിഞ്ഞു.
അവര് എന്ത് ചെയ്തു? ഇതാ പാപം ജീവിതത്തിൽ വന്നപ്പോൾ ഉടനെ അവർക്ക് മാനസാന്തരപ്പെടാമായിരുന്നു. ആ പാപം ജീവിതത്തിൽ സംഭവിച്ചല്ലോ, തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് ആ പാപത്തെ ഓർത്ത് അനുതപിക്കാമായിരുന്നു. പക്ഷേ അനുതാപം ഉണ്ടായില്ല. മറിച്ച് എന്താണ് സംഭവിച്ചത്? പാപത്തെ മറച്ചു പിടിക്കുവാൻ ശ്രമിച്ചു. ഈ പാപത്തെ എങ്ങനെ മറയ്ക്കാം? ഈ നഗ്നത മറ്റുള്ളവർ കാണാതെ അതിനെ മറയ്ക്കാൻ എന്താണ് വഴി? പാപത്തെ മറയ്ക്കാനുള്ള കുറുക്കു വഴി തേടുകയായിരുന്നു അവര്. അതിൻ്റെ എന്താണ് ഫലം? ഇതാ ഇലകള് തൂറ്റിത്തുന്നി അരയാട ഉണ്ടാക്കി എന്നാണ് നാം വായിക്കുന്നത്. ഇല കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി. ഇതാ ഒരു എളുപ്പ വഴി അവർ കണ്ടുപിടിച്ചു. പെട്ടെന്ന് കിട്ടിയ ഒരു എളുപ്പ വഴി, ഒരു കുറുക്കു വഴി. അത്തിയില കൂട്ടിത്തുന്നി അരയാട ഉണ്ടാക്കി അവർ ധരിക്കാൻ തുടങ്ങി. ദൈവമക്കളെ, പാപത്തെ മറയ്ക്കാൻ നോക്കുകയാണ്. ഇന്ന് സകലർക്കുമുള്ള ഒരു ചിന്തയാണ്, ജീവിതത്തിൽ തെറ്റുപറ്റിയപ്പോൾ അത് എൻ്റെ പാപമാണ്, എൻ്റെ ഉള്ളിൽ നിന്നാണ് ആ പാപം വന്നത്, ഞാനാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധി എളിമപ്പെട്ട് കരയുകയല്ല ചെയ്യുന്നത്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? മറിച്ച് സംഭവിക്കുന്നത് പാപത്തെ എങ്ങനെ മറച്ചു പിടിക്കാമെന്ന്. അത് വഴിപാടുകൾ കൊണ്ട് മറച്ചു പിടിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും പള്ളിക്ക് പൊന്നിക്കുരിശോ അല്ലെങ്കിൽ മുത്തുക്കുടയോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ, സാധു സംരക്ഷണ കാര്യങ്ങളെല്ലാം ചെയ്ത് കിട്ടിയ പൈസ, അനധികൃതമായിട്ട് സമ്പാദിച്ച ആ പൈസ ഏതെങ്കിലും കുറച്ചെടുത്ത് ആ പാപത്തെ മറച്ചു പിടിക്കുവാനുള്ള എന്തെങ്കിലും കുറുക്കു വഴികൾ തേടുന്നു. ഇതാ അനർഹമായിട്ട് കിട്ടിയ പണം, ആ പണത്തിൻ്റെ ഒരു ഭാഗം, ഇതാ അതിൻ്റെ 10-1 ഇത് ദശാംശം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ശരിയായി എന്ന് ചിന്തിക്കുന്ന മൗഢ്യതയോടെ നീങ്ങുന്ന മനുഷ്യൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുമ്പിൽ എന്തെങ്കിലും മറച്ചു വയ്ക്കാൻ സാധിക്കുമോ? അവൻ്റെ മുമ്പിൽ എല്ലാം നഗ്നവും മലർന്നവുമായിട്ടല്ലേ കിടക്കുന്നത്. ഏതെല്ലാം രീതിയിൽ പാപം മറച്ചു പിടിച്ചാലും അതെല്ലാം പുറത്തേക്ക് വരുന്ന ഒരു സമയമുണ്ട്. അതെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്. ദൈവമക്കളെ, ഇതാ പാപം അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ അത് അവർ മറച്ചു പിടിക്കുവാൻ ശ്രമിച്ചു. എന്താണ് അവർ ചെയ്തത്? ഇതാ യഹോവയായ ദൈവം വെയിലാറിയപ്പോൾ ആ തോട്ടത്തിൽ കൂടി നടക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവർ മറ്റൊരു കാര്യവും കൂടി ചെയ്യുകയാണ്. അവർ ഓടി ഒളിച്ചു, ഭയപ്പെട്ട് ഓടി ഒളിച്ചു എന്ന് നാം പിന്നീട് അവിടെ വായിക്കുമ്പോൾ കാണാം. ദൈവമക്കളെ, ഭയപ്പാട് വരികയാണ്. ജീവിതത്തിൽ പാപം വന്നപ്പോൾ അത് ഏറ്റുപറഞ്ഞില്ലെങ്കിൽ ആന്തരികമായ ഒരു ഭയം ഉള്ളിലേക്ക് കടന്നു വരികയാണ്. ആ ഭയം മൂലം അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? അവര് ദൈവസന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കുകയാണ്. ഇതാ അടുത്ത കാര്യം, ഓടി ഒളിക്കുകയാണ്. ദൈവസന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കുന്നു. ദൈവമുഖം കാണാൻ അവർക്ക് ഭയമായി. ദൈവസന്നിധിയിൽ നിൽക്കാൻ അവർക്ക് സാധിക്കാതെ വന്നു. ദൈവമക്കളെ, ദൈവസന്നിധിയിൽ നിന്ന്, ദൈവവചനത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നു. ദൈവമക്കളെ, വചനം കേൾക്കാൻ അനേകർക്ക് താല്പര്യമില്ല. വചനത്തിന് കടന്നു വരുവാൻ താല്പര്യമില്ല. പ്രേരിപ്പിച്ചാലും കടന്നു വന്ന് വചനം കേൾക്കാൻ അനേകർക്ക് അതിന് താല്പര്യം കാണിക്കുന്നില്ല. അനേകർ സമ്മതിക്കുന്നില്ല. എന്തുകൊണ്ട്? വചനത്തിൻ്റെ കീഴിലേക്ക് വരുമ്പോൾ ഇതാ പാപബോധം ലഭിക്കുന്നു. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെല്ലാം തുറന്ന് കാണിക്കുന്നു. അവിടെ നിൽക്കുവാൻ പിശാച് ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ സാധ്യമല്ല. എന്നാൽ അനുതാപമുള്ള ഒരു വ്യക്തിക്ക് ദൈവവചനത്തിൻ്റെ മുമ്പിലേക്ക്, സത്യത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വരുവാനും ആ പാപങ്ങളെല്ലാം ദൈവസന്നിധി ഏറ്റുപറഞ്ഞ് ഒരു പുതിയ സമർപ്പണം എടുക്കുവാനും ദൈവമക്കളെ അവർക്ക് സാധിക്കും. അതുകൊണ്ടാണ് പാപങ്ങളെ കണ്ടുപിടിച്ച് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ശോധന ചെയ്ത് ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും എൻ്റെ ജീവിതത്തിൽ നിന്ന് പാളിച്ച വന്നുവോ, എൻ്റെ ജീവിതത്തിൽ കർത്താവ് വേദനിക്കുന്ന എന്തെങ്കിലും പാപം എൻ്റെ നോട്ടത്തിലോ ചിന്തയിലോ സംസാരത്തിലോ പെരുമാറ്റത്തിലോ വന്നോ എന്ന് നാം നമ്മെ തന്നെ നിരന്തരം ശോധന ചെയ്യണം. ദൈവമക്കളെ, ശോധന ചെയ്യാതെ നാം ഒരിക്കലും മുമ്പോട്ട് പോകരുത്. ഒരു വിശ്വാസിയാണെങ്കിൽ, ഒരു ദൈവ പൈതലാണെങ്കിൽ ജീവിതത്തെ നിരന്തരം ശോധന ചെയ്ത് നിരന്തരം പരിശോധിച്ച്, കർത്താവേ പാപം വന്നുപോയി, എൻ്റെ ജീവിതത്തിൽ അഴുക്ക് വന്നുപോയി, കർത്താവേ എൻ്റെ
ജീവിതത്തിൽ അനേകം പാപ സ്വഭാവങ്ങൾ കടന്നു വന്നു പോയി കർത്താവേ. പുറമെ അഴുക്കിലേക്കൊന്നും പോകുന്നില്ല, വളരെ സൂക്ഷിച്ചാണ് എല്ലാം ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഹൃദയം ചീത്തയാണ്. ഹൃദയത്തെ ശോധന ചെയ്യുക ദൈവമക്കളെ. ഇവിടെ മനുഷ്യനെ വിളിച്ചു, നീ എവിടെ? നിത്യനായ ദൈവം അറിയാത്തതാണോ അവര് പാപം ചെയ്തത്? പാമ്പ് കടന്നു വന്ന് ഇതാ ഹൗവയുടെ അടുത്ത് സംസാരിക്കുന്നതും, ഹൗവ പാപത്തിൽ അകപ്പെടുന്നതും, ഹൗവ വഴിയായി ആദാമും പാപത്തിൽ അകപ്പെടുന്നതും എല്ലാം നിത്യനായ ദൈവം കണ്ടു. നിത്യനായ ദൈവത്തിൻ്റെ കണ്ണ് എല്ലാ രംഗത്തുമുണ്ട്. അത് മറച്ചു വയ്ക്കാൻ ആർക്കും സാധ്യമല്ല. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ദൈവം ഇതാ വേദനയോടെ ചോദിക്കുകയാണ്, നീ എവിടെ എന്ന്. എന്തിനാണ് ചോദിച്ചത്? അവരുടെ പേര് ചോദിച്ചില്ല. ആദമേ നീ എവിടെയെന്ന് ചോദിച്ചില്ല. ഹൗവേ നീ എവിടെയെന്ന് ചോദിച്ചില്ല. ഇതാ അവരുടെ പേര് പോലും ഉച്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ ഇതാ ദൈവം വേദനയോടെ നിൽക്കുകയാണ്. പാപം ചെയ്ത വ്യക്തിയുടെ പേര് ദൈവത്തിന് ഉച്ചരിക്കാൻ പറ്റുന്നില്ല. ഇതാ ദൈവം ചോദിക്കുകയാണ്, നീ എവിടെ? മകനെ, മകളെ, ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, ഞാനിപ്പോൾ എവിടെയാണ്? ഞാനിപ്പോൾ എവിടെയാണ്? നിങ്ങളുടെ ഹൃദയം എവിടെ ഇരിക്കുന്നു? നിങ്ങളുടെ ചിന്തകൾ എവിടെ ഇരിക്കുന്നു? നിങ്ങളുടെ നിരൂപണങ്ങൾ എങ്ങനെ ഇരിക്കുന്നു? നിങ്ങൾ ശാന്തമായി ഒന്ന് ചിന്തിക്കണം ദൈവമക്കളെ. എല്ലാം കാണുന്നവൻ്റെ മുമ്പിലാണ്, കാണാത്തവൻ്റെ മുമ്പിലല്ല നാം കടന്നു വന്നിരിക്കുന്നത്. നാം ദൈവസന്നിധിയിലാണ് കടന്നു വന്നിരിക്കുന്നത്. നാം ഭയത്തോടെ ഇരിക്കണം. കർത്താവേ, നീ എന്നെ കാണുന്നു, നീ എന്നെ അടിമുടി കാണുന്നു, എൻ്റെ മുൻവിധികളെ നീ കാണുന്നു. എല്ലാം കാണുന്നവൻ്റെ മുമ്പിലാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. കർത്താവേ, എനിക്ക് ന്യായീകരണമൊന്നും പറയാനില്ല. എൻ്റെ ജീവിതത്തിൽ ലംഘനം വന്നുപോയി കർത്താവേ. ഞാൻ നിന്നെ വേദനിപ്പിച്ചു പോയി കർത്താവേ. ഇന്നിതാ ഞാൻ വേദനയോടെ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ദൈവമക്കളെ, അവിടെ എന്താണ് ചെയ്തത്? അവരുടെ ജീവിതത്തിൽ വന്നത് അടുത്ത കാര്യം എന്താണ്? അവർ പരസ്പരം കുറ്റമാരോപിക്കുകയാണ്. പരസ്പരം കുറ്റമാരോപിക്കുകയാണ്. ആദാം അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഇതാ എന്നോടുകൂടി ഇരിപ്പാൻ തന്ന ഈ സ്ത്രീയാണ് എന്നെ ചതിച്ചത്. നീ എന്നോടുകൂടെ ഇരിപ്പാൻ തന്ന ഈ സ്ത്രീ, ഇങ്ങനെയുള്ള ഒരു സ്ത്രീയല്ലേ നീ എനിക്ക് തന്നത്? അതുകൊണ്ടല്ലേ ഞാൻ ഈ പാപം ചെയ്തത് എന്നാണ് അതിൻ്റെതായ വ്യംഗ്യം എന്ന് പറയുന്നത്. ദൈവത്തെ പോലും കുറ്റമാരോപിക്കുകയാണ്. എന്നാൽ ഈ സ്ത്രീയെ ആദ്യം കാണുമ്പോൾ എങ്ങനെയാണ് ആദാമിൻ്റെ മനോഭാവം? അവിടെ നാം വായിക്കുന്നുണ്ട്, 2-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. മതി ദൈവമക്കളെ. ആദ്യമായിട്ട് കാണുമ്പോൾ, ഹൗവയെ, ആ സ്ത്രീയെ ആദ്യമായിട്ട് കാണുമ്പോൾ ആദാമിൻ്റെ മനോഭാവം എന്താണ്? ഇത് എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. എന്തോ ഒരു സ്നേഹമാണ്, എന്തോ ഒരു അടുപ്പമാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ആ കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം എത്ര നല്ല രീതിയിൽ തുടങ്ങിയതാണ്. ദൈവമക്കളെ, ദാമ്പത്യ ജീവിതം തുടങ്ങാൻ നല്ല സന്തോഷത്തോടെയാണ് തുടങ്ങുന്നത്. പക്ഷേ ആ ദാമ്പത്യ ജീവിതത്തിൽ ഒരു വിള്ളൽ സംഭവിക്കുകയാണ്, ഒരകൽച്ച വരികയാണ്. ഇപ്പോൾ ആദാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? നീ എന്നോടുകൂടെ ഇരിപ്പാൻ തന്ന സ്ത്രീ എന്നാണ് വിളിക്കുന്നത്. ഈ വചനം കേൾക്കുമ്പോൾ ദൈവമക്കളെ, നമ്മുടേതായ കുടുംബജീവിതം ഒന്ന് പരിശോധിക്കണമേ. ഭർത്താവും ഭാര്യയും ഒരു മനസ്സാണോ? ഹല്ലേലൂയ. ഒരു ബെഡിലായിരിക്കാം കിടക്കുന്നത്, ഒരു കാറിലായിരിക്കാം സഞ്ചരിക്കുന്നത്, എന്നാൽ അകന്നാണോ കഴിയുന്നത്? ഭർത്താവ് പറയുന്നത് പലർക്കും ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുകയാണോ എന്ന് നാം ശാന്തമായിട്ടൊന്ന് ചിന്തിക്കണം ദൈവമക്കളെ. പിശാചുള്ളിൽ കടന്നു വരുമ്പോ ഇതാ അവിടുത്തെ ഒരു മനസ്സ് നഷ്ടപ്പെടുകയാണ്. അവരകന്നു ദൈവമക്കളെ. ഹല്ലേലൂയ. ഇതാ സ്ത്രീ പറയുകയാണ്, പാമ്പെന്നെ ചതിച്ചു, ഞാൻ തിന്നുപോയെന്ന്. ദൈവമക്കളെ, പരസ്പരം കുറ്റം ആരോപിക്കുന്നത് ഒരു ദൈവ പൈതലിന് യോജിച്ചതല്ല. ഒരു ദൈവ പൈതലിന് യോജിച്ചതല്ല. ഏത് കാര്യത്തിലും, കുടുംബജീവിതത്തിലാണെങ്കിലും, ഇതാ ഓഫീസ് കാര്യത്തിലാണെങ്കിലും, നാം പ്രവർത്തിക്കുന്ന മേഖലകളിൽ എവിടെയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നാം മറ്റുള്ളവരെ കുറ്റം പറയരുത്. ഹല്ലേലൂയ. നാം മറ്റുള്ളവരെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി നമുക്ക് തിരുത്താൻ ദൈവമക്കളെ. കുറ്റം പറയുന്നത് ആത്മീക രംഗത്താണെങ്കിലും, കൂട്ടായ്മ രംഗത്താണെങ്കിലും, ദൈവമക്കളുടെ രംഗത്താണെങ്കിലും, ഹല്ലേലൂയ, അത് ഏത് ഉന്നതനായ വ്യക്തിയാണെങ്കിലും
മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത് അത് പിശാച് ഉള്ളിൽ കടക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ദൈവമക്കളെ. പിശാചിൻ്റെ പാദസേവകർ ചെയ്യുന്നതാണ് മറ്റുള്ളവരെ കുറ്റം പറയുക എന്നുള്ളത്. അത് നമുക്ക് വേണ്ട, നമ്മുടെ ഈ കൂട്ടായ്മയിൽ അത് വേണ്ട ദൈവമക്കളെ. നമുക്ക് നമ്മെ തന്നെ തിരുത്താം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം, നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം, നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് നോക്കാം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് നമുക്ക് തിരുത്താൻ ദൈവമക്കളെ. ഹല്ലേലൂയ. പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് കരഞ്ഞ് ഹല്ലേലൂയ ഒരു പുതുക്കത്തിന് വേണ്ടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. എൻ്റെ നാമം വിളിക്കപ്പെടുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കാൻ ദൈവമക്കളെ. ആ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം, നമ്മെ തന്നെ തിരുത്തിക്കൊണ്ട് ഇനി മുതൽ ഹല്ലേലൂയ ദൈവമക്കളെ നമുക്ക് പുതിയ ജീവിതം നയിക്കണം. ഹല്ലേലൂയ. ഇതാ നിത്യനായ ദൈവം എന്താണ് ചെയ്യുന്നത് ദൈവമക്കളെ? ഇതാ അവരുടെ ജീവിതത്തിൽ പാപം സംഭവിച്ചു. ഹല്ലേലൂയ. തിരുത്താൻ പറ്റാത്ത പാപം ജീവിതത്തിൽ വന്നു, അവരെ തിരുത്തിയുമില്ല. ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് കടന്നു ഒന്നുമില്ല. ഹല്ലേലൂയ. പക്ഷേ നിത്യനായ ദൈവം സ്നേഹം മാത്രമാണ്. ഹല്ലേലൂയ. അവരെ ശപിക്കുമ്പോൾ ഹല്ലേലൂയ ശാപം അവരിൽ വന്ന് പതിച്ചെങ്കിലും ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ പാപം വന്നെങ്കിലും ഹല്ലേലൂയ നിത്യനായ ദൈവം സ്നേഹവാനാണ്. ഹല്ലേലൂയ. നിത്യനായ ദൈവം ചെയ്യുന്ന 3 കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട്. ഇതാ നിത്യനായ ദൈവം അവരെ ഒരു മൃഗത്തെ കൊല്ലുകയാണ്. ഹല്ലേലൂയ. ദൈവം തന്നെ ഒരു മൃഗത്തെ കൊല്ലുകയാണ്. ഹല്ലേലൂയ. അതിൻ്റെ തോല് ദേഹത്തു നിന്ന് എടുത്തിട്ട് ഒരു രണ്ടാമത് വസ്ത്രം നെയ്യുകയാണ്, വസ്ത്രം ഉണ്ടാക്കിയാണ്. ഇതാ മൃഗത്തെ കൊല്ലുന്നു, വസ്ത്രം നെയ്തെടുക്കുന്നു. ദൈവം തന്നെ അവരെ ഉടുപ്പിക്കുകയാണ്. ഇതാ പാപം ചെയ്തു പോയ മനുഷ്യജാതിയെ ഇതാ നീതിയുടെ വസ്ത്രം ഇട്ട് അവനെ പുതപ്പിക്കുകയാണ്, അവനെ നീതിമാനെന്ന് എണ്ണുകയാണ്. ദൈവമക്കളെ, ഏക മനുഷ്യന്റെ പാപത്താൽ ഇതാ ശാപം വന്നെങ്കിൽ, മരണം ലോകത്തിലേക്ക് വന്നെങ്കിൽ, ഏകന്റെ അനുസരണത്താൽ അനേകര് നീതിമാന്മാരായി തീരും. ഹല്ലേലൂയ. നാം ആരും നിരാശപ്പെടണ്ട. പാപത്തിന്റെ ഭാരവും പേര് നിങ്ങൾ കടന്നു വന്നുവോ? ശാപത്തിന്റെ ഭാരങ്ങളുമായി നിങ്ങൾ കടന്നു വന്നുവോ? എല്ലാം ശാപം മുറിക്കുന്ന ഒരു രംഗത്താണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ഇതാ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി ദൈവമക്കളെ. ഇന്ന് ശാപവും പേറി ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഇതെന്തുകൊണ്ട്, എൻ്റെ കുടുംബത്തിൽ ഇതെന്തുകൊണ്ട്, എനിക്ക് മാത്രം ഇങ്ങനെ വന്നത് എന്ത്? ഹല്ലേലൂയ. ഈ കെടുതികളെ കുറിച്ച്, ജീവിതത്തിൽ വന്ന കെടുതിയെ കുറിച്ച് ഭാരപ്പെട്ട് നിരാശപ്പെട്ടു ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ ദൈവമക്കളെ? ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഒരു രക്ഷകനെ ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. അവൻ സകല ശാപങ്ങളും വഹിക്കുന്നവനാണ്, സകല ശാപത്തിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങിയവനാണ്. ആ ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കാം. ദൈവനാമം മാത്രം